अस्सलाम वालेकुम। आदाब बच्चों, आप कैसे हैं? खुश हैं ना? सब खुश है? क्यों खुश हैं? आप പാർക്ക് में जाके वापस आया हुआ है? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പാർക്കിലൊക്കെ പോയി തിരിച്ചു വന്നോ? ഏത് പാർക്കിലാണ് പോയേ? कौन सा पार्क में गए? वहाँ क्या क्या देखे? कौन कौन से मिले? और कब वापस आए? क्या क्या खाए? और सफ़र कैसा था? बहुत खूब। आप एक पार्क की सफ़र किया है और पार्क में टीचर और बच्चे आपस में कई गुफ्तगू किया है। पार्क में कई नज़रियात, खुशनुमा नज़रियात देखते वापस आए हुए हैं और इनसे कई सवालात भी तैयार किया है और पार्क के बारे में, पार्क के नाम एक लिस्ट तैयार किया है और पार्क के बारे में, आपके पसंदीदा पार्क के बारे में नोट भी तैयार किया है। ठीक है, ओके, अच्छा, खुदा हाफिज़, शुक्रिया। और आगे आइए, अभी अभी हम इस यूनिट का, पहला यूनिट का दूसरा सबक पढ़ेंगे। दूसरा सबक हो तो एक गीत है, एक नज़म है। गीत नंदा गानम, नज़म ननालो पद्यम। एक दुआया नज़म है। दुआया नज़म क्या है? दुआया नज़म क्या है? दुआ, दुआ क्या है? दुआ, दुआ തന്നെ അല്ലേ, പ്രാർത്ഥന. ദുആയ നസം ഹെ. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു ദുആയാണ്. എന്താ പാഠത്തിൻ്റെ പേര്? सबक का नाम क्या है? सबक का नाम क्या है? बच्चे की दुआ। बच्चे की दुआ देखिए, आप सब किताब में देखिए, बच्चे की दुआ। इसके ये नज़म के नज़म होने के पहले, नज़म में आने के लिए चंद एक कहानी दे दिया गया। क्या है कहानी? देखो बच्चों, ये मशहूर नेहरू पार्क है। बच्चों, ये मशहूर नेहरू पार्क है। आप लोग यहाँ इस घास पर ज़रा ठहरिए, മുംതാസ് ടീച്ചറിനെ കഹ. അപ്പോൾ പാർക്കിൽ അവരെ കൂടെയുള്ള ടീച്ചറിൻ്റെ പേരെന്താ? നിങ്ങളുടെ കൂടെയുള്ള ടീച്ചറിൻ്റെ പേരെന്താ? നാം ക്യാ ഹെ? ടീച്ചർ കാ നാം ക്യാ ഹെ? മുംതാസ് ടീച്ചർ. മുംതാസ് ടീച്ചർ എന്താ കുട്ടികളോട് പറഞ്ഞത്? ബച്ചോ, യേ മഷൂർ നെഹ്റു പാർക്ക് ഹെ. ഏത് പാർക്കിലാണ് അപ്പോൾ അവരുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഏത് പാർക്കിലാണ് നിങ്ങൾ ഉള്ളതെന്നല്ലേ? എന്നാൽ കേട്ടോ, ഇതാണ് യേ മഷൂർ നെഹ്റു പാർക്ക് ഹെ. ഇതാണ് നെഹ്റു പാർക്ക്. എവിടെയാണ് നെഹ്റു പാർക്ക് ഉള്ളത്? നെഹ്റു പാർക്ക് എവിടെയുള്ളത്? തിരുവനന്തപുരത്തുണ്ട്. പിന്നെ പല സ്ഥലം, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. തിരുവനന്തപുരത്തുണ്ട് നെഹ്റു പാർക്ക്. ആപ്പ് ലോഗ് യഹാം ഇസ് ഖാസ് പർ ജറ ടെഹരിയെ, മുംതാസ് ടീച്ചർ നെ കഹ. മുംതാസ് ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഈ പുല്ലിൽ, ഘാസ് എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല്. ഈ പുല്ലിൽ, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, പുൽമേട അല്ലേ? പാർക്കിൽ കാര്യമായിട്ട് പുൽമേട ഉണ്ടാവുമല്ലോ. ഈ പുൽമേടയിൽ നിങ്ങളൊന്ന് ഇരിക്കൂ. ജറ ടെഹരിയെ, അല്പം വിശ്രമിക്കൂ. ടെഹർന എന്ന് പറഞ്ഞാൽ എന്താ? വിശ്രമിക്കുക. നിങ്ങൾ അല്പം വിശ്രമിക്കൂ. മുംതാസ് ടീച്ചറിനെ കഹ. ദോ ലഡ്കിയാ നീച്ചെ ബൈറ്റ് നെഹീം പാത്തി തി. പക്ഷേ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ട്. നമുക്ക് കാണുന്നവർക്ക് സങ്കടമുള്ളൂ കേട്ടോ. ദോ ലഡ്കിയാം പറയും, അർത്ഥം പറയും. രണ്ട് പെൺകുട്ടികൾ നീച്ചെ ബൈറ്റ് നെഹീം പാത്തി തി. അവർക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ അല്ലേ? അണ്ടർ, താഴെ. നമ്മളൊക്കെ പാർക്കിലിരുന്നു, പുല്ലിലിരുന്നു, ഘാസ് പർ, നല്ല പച്ചപ്പുൽ മൈതാനത്തിൽ നമ്മളെല്ലാവരും ഇരുന്നു. പക്ഷേ രണ്ട് പെൺകുട്ടികൾക്ക്, ദോ ലഡ്കിയാം, രണ്ട് പെൺകുട്ടികൾക്ക് പക്ഷേ പുല്ലിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റണില്ല, കഴിയില്ല. നീച്ചെ ബൈറ്റ് നെഹീം പാത്തി തി. നെഹീം പാത്തി തി, അവർക്ക് കഴിയുന്നില്ല, അവർക്ക് ഇരിക്കാൻ സാധ്യമല്ലായിരുന്നു. നെഹീം പാത്തി എന്ന് പറഞ്ഞാൽ സാധ്യമല്ലായിരുന്നു. പാത്തി എന്ന് പറഞ്ഞാലോ സാധ്യമാണ്, പോസിബിൾ അല്ലേ? അവർക്ക് അസാധ്യമാണ്, സാധ്യമല്ല. ഉൻകെ ലിയെ ബസ് മേ എം സെ ദോ കുർസിയാം ലായി ഗയി. പുസ്തകത്തിൽ നോക്കുങ്ങൾ, ഉൻകെ ലിയെ, അവർക്ക് വേണ്ടി അല്ലേ? അവിടെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്താ പറയുക? ഉസ്കെ ലിയെ. യെസ്, ഉസ്കെ ലിയെ എന്നാ പറയുക. അത് രണ്ട് പെൺകുട്ടികളുണ്ടായതുകൊണ്ട് ഉൻകെ ലിയെ ബസ് സേ, ബസ്സിൽ നിന്ന് ദോ കുർസിയാം ലായി ഗയി, രണ്ട് കസേരകൾ കൊണ്ടുവരപ്പെട്ടു. രണ്ട് കസേരകൾ ബസ്സിൽ അഡീഷണൽ കസേര ഇട്ടിട്ടുണ്ട്. രണ്ട് കസേരകൾ ബസ്സിൽ നിന്ന് കൊണ്ടുവന്നു. ആ ഒരു ഉൻ പർ ദോനോ കോ ബിഠായ, അതിൽ രണ്ട് പേരെയും ഇരുത്തി. ഉൻ പർ ദോനോ കോ ബിഠായ, രണ്ട് പേരെയും അതിൽ ഇരുത്തി. തോ വോ ബഹുത്ത് ഖുഷ് ഹോ ഗയി. അപ്പോൾ അവരും വളരെ സന്തോഷം ആയി അല്ലേ? നമ്മളെപ്പോലെ തന്നെ അവരും സന്തുഷ്ടരായി. ബച്ചോ, യഹാം ഹമാരെ പാസ് സിർഫ് ദോ ഘണ്ടോ കാ വക്ത് ഹെ. ഈ പാർക്കിൽ എത്ര സമയമുള്ളത്? ടീച്ചർ എന്താ പറയുന്നത്? ദോ ഘണ്ടോ കാ വക്ത് ഹെ. ഘണ്ട എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ഹവേഴ്സ് അല്ലേ? ഘണ്ട എന്ന് പറഞ്ഞാൽ ഹവർ. ദോ ഘണ്ടോ കാ വക്ത് ഹെ. 2 hours ആണ് നമുക്ക് ഈ പാർക്കിൽ ചിലവഴിക്കാനുള്ളത്. പിന്നെ പല ഭാഗങ്ങളിലും കറങ്ങണ്ടേ? അപ്പോൾ ഈ പാർക്കിൽ നമുക്ക് എത്ര അനുവദിച്ച സമയം? 2 മണിക്കൂറാണ്. യഹാം ഹം
യഹാം പർ ഹം ലോഗ് മുഖ്തലിഫ് പ്രോഗ്രാം മുനാക്കിദ് കരേങ്കെ. ഈ 2 മണിക്കൂർ നമുക്ക് വളരെ പിന്നെ ആകർഷണീയമാക്കാം. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പലതരം, മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ പലതരം പ്രോഗ്രാം, നമുക്ക് കഴിയുന്ന രീതിയിലുള്ള പലതരം പ്രോഗ്രാമുകളും നമുക്കിവിടെ അവതരിപ്പിക്കാം. മുനാക്കിദ് കരേങ്കെ, നമുക്കിവിടെ അവതരിപ്പിക്കാം. മുനാക്കിദ് എങ്ങനെയാണ്? മുനാക്കിദ് കരേം, നമുക്കവിടെ മുനാക്കിദ് കരേം. സബ്സെ പെഹലെ, ഏറ്റവും ആദ്യമായി ജോലി ഔർ സിസിലി. ആരൊക്കെയാണ്? ജോലിയും സിസിലിയും ഏക്ക് ദുആ പേഷ് കരേങ്കി. ജൂലിയും സിസിലിയാണല്ലോ കസേരയിലിരിക്കണേ, എല്ലാവരും നിലത്തല്ലേ. ജൂലിയും സിസിലിയും ചേർന്നിട്ട് ഒരു ദുആ പേഷ് കരേങ്കെ, ഒരു പദ്യം ചൊല്ലും. ആൻസി ടീച്ചറിനെ കഹ. ഇവിടെ ആൻസി ടീച്ചറാണ് പറഞ്ഞത്. സിസിലിൻ്റെയും ജൂലിൻ്റെയും അടുത്തുള്ളതാരാണ്? ആൻസി ടീച്ചർ. ആൻസി ടീച്ചർ പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പല പരിപാടികളും നടത്തും. ആദ്യം ചൊല്ലുന്നത് ദുആ. ആരാ അവതരിപ്പിക്കുന്നത് ദുആ? ജൂലി ഔർ സിസിലി. ബച്ചേ ഖുഷി കെ മാരെ താലിയാം ബജാനെ ലഗി. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഖുഷി കെ മാരെ, സന്തോഷത്തോടു കൂടി താലിയാം ബജാനെ ലഗി, കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്താ അവർ പാടാൻ പോണത്? അവർ പോണത് ദുആ നദം, പ്രേയർ അല്ലേ? നമ്മളൊക്കെ പ്രേയർ ചൊല്ലില്ലേ? സ്കൂളിൽ രാവിലെ എന്നും പ്രേയർ ചൊല്ലും. നിങ്ങൾക്കറിയുന്ന ഒരു പ്രേയർ നിങ്ങളൊന്ന് ചൊല്ലിത്തരിക. നിങ്ങൾക്കറിയുന്ന പ്രേയർ, ഉറുദു ആയാലും വേണ്ടില്ല, 8ാം ക്ലാസ് വരെ ഉറുദു പഠിച്ചവർക്ക് ഉറുദു പ്രേയർ തന്നെ അറിയാം അല്ലേ? 8ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഉറുദു തുടങ്ങിയവർക്ക് ചിലപ്പോൾ ഉറുദു പ്രേയർ അറിയില്ലായിരിക്കാം, പക്ഷെ അവരും ഇത് കേട്ടിട്ടുണ്ടാവും. ഈ പ്രേയർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പഠിക്കാൻ പോണത് അല്ലാത്തതും ഉറുദുവിൽ കേൾക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇത് ഉറുദു അറിയാത്തവർക്കും അറിയാം. ഇതെല്ലാവരുടെയും വായും തുമ്പിലുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണ ഉറുദുവിലുള്ള ദുആ. ആയിക്കോട്ടെ, വേണ്ട. നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ ചൊല്ലിയിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതം ഒന്ന് നോട്ട്ബുക്കിൽ എഴുത്. ഈ പാഠാനുബന്ധ പ്രവർത്തനമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മലയാളത്തിലുള്ള ഒരു പിന്നെ പ്രാർത്ഥനാ ഗീതം നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതിയിട്ട് കാണിക്ക്. എഴുതിയത് ഞങ്ങൾ നോക്കാൻ പിന്നെ സമയം കണ്ടെത്തും കേട്ടോ. എല്ലാവരും എഴുതണം. എല്ലാവർക്കും അറിയുന്ന രീതിയിൽ സ്കൂളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും നോട്ട്ബുക്കിലൊരു പ്രാർത്ഥനാ ഗീതം എഴുതണം. നിങ്ങൾക്ക് അറിയാവുന്ന ഉറുദുവിൽ എഴുതിയൊരു ഈ ഗ്രൂപ്പിൽ ഒന്ന് ഇടുകയും ചെയ്യാം. ഓക്കെ, ബാക്കി കവിത നമുക്ക് പറയാം. അതിന് മുമ്പ് കവിതകളൊന്ന് കവിതകൾ കേൾക്കുമ്പോൾ പുസ്തകത്തിൽ നോക്കണം കേട്ടോ. ഓക്കെ.